ഇത് നമ്മുടെ ഉത്രാടത്തിന്റെ തലേ ദിവസത്തെ, അതായത് നമ്മൾ സദ്യവട്ടങ്ങൾ ഒരുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് പരിപാടികളുണ്ടല്ലോ. എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ ഒരുക്കി വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ പച്ചക്കറികൾ അരിഞ്ഞു കൂട്ടല് അല്ലേ. എന്താ ഇപ്പോൾ ഇതിന് പറയാ, ഒരു ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അതായത് ഇതൊരു പണിയല്ല കേട്ടോ, ഇത് നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന എന്താ പറയുക, ഒരു അനുഭൂതി, ഒരു പൂതിയാണത് അല്ലേ. അത് ചെയ്തില്ലെങ്കിൽ നമുക്കതൊരു സുഖമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം. ഇതെല്ലാ കൊല്ലവും ഇതേപോലെ തന്നെ ഞങ്ങൾ ഇതേപോലെ ഉത്രാടത്തിൻ്റെ ഒന്നാണ് നമ്മൾ വീട്ടിൽ നമ്മൾ ഓണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ തലേ ദിവസത്തെയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുക കേട്ടോ. അതായത് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി കിടക്കാൻ നേരത്തെയുള്ള ഈ ഒരു പരിപാടി ചെയ്യാമെന്ന് എല്ലാം കൊണ്ട് നിരത്തി വെക്കും. എന്നിട്ട് ഇതേപോലെ ഞാനും ഏട്ടനും കൂടി ഇരുന്നിട്ട് അങ്ങനെ നുറുക്കി ഉണ്ടാക്കും കേട്ടോ. ഒരുവിധം ഈ പറഞ്ഞ നമുക്ക് ഈ പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പിറ്റേ ദിവസം അത് ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ് അല്ലേ. പിന്നെ കഷ്ണങ്ങൾ വേവിക്കലും മസാല കൂട്ടലും അതുള്ളൊരു പണി. പക്ഷേ ഈ പച്ചക്കറി നുറുക്കി ഉണ്ടാക്കുക എന്ന് പറഞ്ഞതിൽ അതൊരു നല്ലൊരു പണിയാണ്. അതിലേക്കാൾ ഏറെ അതൊരു സന്തോഷമുള്ള കാര്യം കൂടിയാണ് കേട്ടോ. എനിക്കറിയില്ല, അതേപോലെ ഞങ്ങൾ നല്ല ഓണപ്പാട്ടും ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ ചെയ്യും. അതാണ് എല്ലാ കൊല്ലവും. അതിൻ്റെ ഇടയിൽ കൂടെ മക്കൾ ഇതേപോലുള്ള കോമഡി പരിപാടികൾ അത് വേറെ ഉണ്ടാവും കേട്ടോ. അത് വേറൊരു കാര്യം. അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെ ഈ കോമഡി കാണിക്കുന്ന നേരത്തൊക്കെ ഒന്ന് ഇരുന്ന് ചെയ്തുകൂടെ എന്ന് പറഞ്ഞാൽ ചെയ്യാനൊക്കെ ആൾക്കാർ മുന്നിലാണ്. പക്ഷെ നമുക്കൊരു പേടിയാണ്, ഈ കത്തിയും ഇതൊക്കെ കയ്യിൽ കൊടുക്കാനായിട്ട് നമുക്കൊരു പേടിയാണല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ അവിയലിനുള്ള കഷ്ണങ്ങളാണ് നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്, അവിയലിനും സാമ്പാറിനും. സദ്യയുടെ രാജാക്കന്മാരാണെന്ന് ചോദിച്ചാൽ അവിയലും സാമ്പാറും തന്നെയാണല്ലേ. എൻ്റെ ഫേവറേറ്റ് ഡിഷ് ഏതാണ് വെജിറ്റബിൾസിൽ എന്ന് ചോദിച്ചാൽ ഞാൻ അവിയൽ എന്നാണ് കേട്ടോ പറയുക. എൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് അവിയലും സാമ്പാറുമാണ്. ഭയങ്കര എനിക്കറിയില്ല, അതൊരു ഭയങ്കര ക്രേസാണ്. അതുകൊണ്ട് തന്നെ സദ്യവട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ അവിയൽ കുറച്ചധികം ഉണ്ടാക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് അടുത്ത് നമ്മൾ പെരുന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫുഡ് കൊടുക്കുന്ന ഒരുപാട് നമ്മളെ പ്രിയപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും കൂടി നമ്മൾ ഫുഡ് കൊടുക്കണ്ടേ. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ അവിയൽ എന്നൊക്കെ പറയുന്നത് ഒരുപാട് ഇഷ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിയൽ ഞാൻ കുറച്ചധികമായിട്ട് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ആദ്യം അവിയലിനൊക്കെ നുറുക്കി ഉണ്ടാക്കി, പിന്നെ ഓരോന്നിനായിട്ട് മസാലക്കറി, ഓലൻ, എന്താ പറയുക, ഈ പറഞ്ഞ പോലെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സദ്യേൻ്റെ ഒക്കെ ഇത് ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പറ്റുന്ന പോലെയൊക്കെ ഓണത്തിരക്കല്ലേ, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പറ്റുന്ന പോലെയൊക്കെ ഞാനെല്ലാം അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ പച്ചക്കറി അരിഞ്ഞതിൻ്റെ ക്ഷീണം മാറ്റാൻ പാറക്കൂട്ടി ഇരുന്നിട്ട് കാഷ്യൂനട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മയ്ക്കും കൂടി വേണം വെച്ചിട്ടാണ് ഈ കാണിച്ചു തരുന്നത്. പിന്നെ എല്ലാം അരിയലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരിയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ടു. പിന്നെ പിറ്റേ ദിവസം തുടയ്ക്കാനുള്ള നേരമൊന്നും കിട്ടില്ല. അപ്പോൾ ഇത്രയും നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിവിടെ വെച്ച് നമ്മളങ്ങനെ അടച്ചു വെക്കുകയാണ് ചെയ്യുക. പിന്നെ പുലർച്ചെ നീച്ചിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കലൊക്കെ. ഏകദേശം ഒരു 4:45 എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏട്ടൻ എല്ലാത്തിനും ഹെൽപ്പായിട്ട് മുന്നിലുണ്ടാവും. അപ്പോൾ അതൊരു സപ്പോർട്ട് എന്നുള്ളത് ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് കേട്ടോ. പിന്നെ പരിപ്പ്, കടല അതുപോലുള്ള സംഭവങ്ങളൊക്കെ വെള്ളത്തിലിട്ടു. പിന്നെ നമ്മളെ പാല്, നേന്ത്രപ്പഴം എല്ലാം ഉണ്ട്. അപ്പം ഓരോരോ വിശേഷങ്ങൾ ഓരോരോ സമയത്തായിട്ട് അറിയിക്കാം കേട്ടോ. ടാറ്റ ബൈ ബൈ, സി യു.